ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ എല്ലാവരും അത്യാവശ്യം കണ്ടിട്ടുണ്ടാവണം. നമുക്കറിയാം, നമ്മുടെ നടൻ ജയറാമിൻ്റെ മകളായിട്ടുള്ള ചക്കി, അവരുടെ ജയറാമിൻ്റെ മറ്റേ ഏതോ ഒരു സിനിമയുടെ ഏതോ പൂജയ്ക്ക് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ വന്ന സമയത്ത് ചക്കിയുടെ കല്യാണം കഴിഞ്ഞാലും നമുക്കറിയാവുന്ന ഭാര്യയും ഭർത്താവും എല്ലാവരും ഉണ്ടായിരുന്നു, ജയറാമും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അവരുടെ ഒരു വസ്ത്രധാരണമാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ എന്താ പറയുക, ഇപ്പം എല്ലാവരും പല രീതിയിലുള്ള വസ്ത്രമൊക്കെ ധരിച്ചിട്ട് പറയണ ന്യായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വസ്ത്രധാരണം ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇഷ്ടമല്ലേ, എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് ഓരോരുത്തരുടെ ഇഷ്ടമല്ല, അതിൽ മറ്റുള്ളവർക്ക് അഭിപ്രായം പറയേണ്ട കാര്യമില്ലെന്നൊക്കെയാണ് പലരും പറയുന്നത്. അപ്പോൾ ഇവരുടെ ഈ ഒരു വസ്ത്രധാരണത്തിൽ വലിയ കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചില്ല, എങ്കിൽ ചെറുതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ചെറുതായിട്ടല്ല, അത്യാവശ്യം നല്ല രീതിയിലുള്ള വൃത്തികേടുണ്ട്. അപ്പോൾ നിങ്ങൾ അവരുടെ ആ ഒരു ഡ്രസ്സ് ശ്രദ്ധിച്ചല്ലോ, അതിൽ ആ ഒരു ബ്രസ്റ്റിൻ്റെ ഭാഗം നന്നായിട്ട് അത് എടുത്ത് കാണിക്കുന്നുണ്ട്. അതായത് അവരുടെ ആ ഒരു നിപ്പിള് കറക്റ്റായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഒരു എന്താ പറയുക കാലഘട്ടം എന്ന് പറയുന്നത് ഇതുപോലെ ഓരോരോ വേഷം കെട്ടാണ് ഓരോരുത്തർ കാണിക്കുന്നത്. പിന്നെ ഇതുപോലുള്ള സെലിബ്രിറ്റീസൊക്കെ എവിടെയെങ്കിലും വന്നാൽ കുറേ അധികം മീഡിയക്കാരുണ്ടാവും ഇവരുടെയൊക്കെ വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ മീഡിയക്കാർ മെയിനായിട്ട് എടുക്കുന്ന എന്തായിരിക്കും, ഇതുപോലെയൊക്കെ ആരെങ്കിലും ഡ്രസ്സ് ധരിച്ച് വരുവാണെങ്കിൽ അവരുടെ ആ ഒരു ബോഡി പാർട്സ് എത്രത്തോളം സൂം ചെയ്തെടുക്കാവോ അത്രത്തോളം സൂം ചെയ്തെടുക്കുന്നതാണ് ഈ ലോക്കൽ ചാനലുകാരുടെ മീഡിയക്കാരുടെയൊക്കെ മെയിൻ പരിപാടി. അതുപോലെ തന്നെ ഈ ചക്കി ഈ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഈ മീഡിയക്കാരങ്ങ് വളഞ്ഞു. ഇവരുടെ വീഡിയോസ് ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറൽ. അപ്പോൾ ഇവരുടെ ഒരു വസ്ത്രധാരണവും കുറച്ചൊരു ബോറായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഡ്രസ്സിങ് വലിയ കുഴപ്പമില്ല എങ്കിൽ പോലും ആ ഒരു ഫ്രണ്ട് ഭാഗം കുറച്ചല്ല നല്ല രീതിയിൽ വൃത്തികേടാണ്. അപ്പോൾ ഇവരെ പോലുള്ളവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ഇവർ ശ്രദ്ധിക്കത്തേ ഇല്ല. അവർ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുന്നു, അതിലിപ്പോൾ എവിടെയെങ്കിലും കണ്ടാലോ അല്ലെ കണ്ടില്ലല്ലോ അത് അവർക്കൊരു പ്രശ്നമേ അല്ല. പക്ഷെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ വലിയ സംഭവം തന്നെയാണ്. ശരിയാണ്, എത്രയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് വസ്ത്രധാരണം, അല്ലെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ വസ്ത്രം ധരിക്കുന്നത്. ഇനിയിപ്പോൾ തുണി ഇല്ലാതെ ഇറങ്ങിയാലും നമ്മൾ മിണ്ടാൻ പാടില്ല. കാരണം ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, അവരവർ ഇഷ്ടമില്ലാതെ ഇഷ്ടമുള്ളവർക്ക് ചിലപ്പോൾ തുണി ഇല്ലാതെ ഇറങ്ങാൻ തോന്നിയാൽ അവരിറങ്ങും. അത് കണ്ടിട്ട് നമ്മൾ മിണ്ടാൻ പാടില്ല. അപ്പം അങ്ങനെ ഈ ഒരു ചക്കി ഈ ഒരു വസ്ത്രധാരണത്തിൽ വന്നതിനോട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വളരെ മോശമായിട്ട് തോന്നുന്നു. കാരണം അത് കുറച്ച് വൃത്തികേടാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ജയറാമിൻ്റെ ഒരു പ്രതികരണമൊക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് അതിന്റെ ചെറിയൊരു ക്ലിപ്പ് കാണാം. എന്റെ വീട് അത് മാത്രമേ ഉള്ളൂ, പാവകഥകള് ഡെഫിനറ്റ്ലി അല്ല, രണ്ടുപേരുടെയും കൂടെ ഒരുമിച്ച് ചോദിച്ചോണ്ട്. നമസ്കാരം. നേരിട്ടല്ലെങ്കിൽ പോലും ഓൺലൈൻ വഴിയാണെങ്കിലും നല്ല വ്യക്തിത്വത്തിന് ഉടമകൾ കൂടിയാവാൻ നിങ്ങൾക്ക് എന്തായാലും എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലേ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു വീഡിയോ കണ്ടിട്ട് കുറേ അധികം ആൾക്കാർ പറയും എന്താ അവരുടെ ഡ്രസ്സിനൊരു കുഴപ്പം, അവർ നല്ല ഡ്രസ്സല്ലേ ധരിച്ചിരിക്കുന്നതെന്നൊക്കെ പറയും. മൊത്തത്തിൽ നോക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും നല്ല രീതിയിലുള്ള വൃത്തികേടുണ്ട്. കാരണം ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ശരീരഭാഗങ്ങൾ കണ്ടാലോ അതൊരു പ്രശ്നമേ അല്ല. ഇപ്പോൾ അവരിട്ടിരിക്കുന്ന ഒരു വസ്ത്രത്തിൻ്റെ അവരുടെ ആ ഒരു ബ്രസ്റ്റിൻ്റെ ഭാഗവും നിപ്പിളൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ എടുത്ത് അറിയാം. അപ്പോൾ ഒരുപക്ഷെ അങ്ങനത്തെ ഡ്രസ്സ് ആയിരിക്കാം. പക്ഷെ നമ്മുടെ സോഷ്യൽ മീഡിയ അതുപോലെ പബ്ലിക്കായിട്ട് ഇങ്ങനെയൊക്കെ ഇറങ്ങുമ്പോഴത്തേക്ക് അത് ആൾക്കാർ
പ്രത്യേകിച്ച് ഇവരൊക്കെ സെലിബ്രിറ്റീസ് ആണ് അല്ലേ, ജയറാമിൻ്റെ മകളാണ്, അതുപോലെ ഇവർ വലിയ സെലിബ്രിറ്റീസ് ഒക്കെയാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ളവർ ഈ ഒരു രീതിയിലുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് ഇറങ്ങുമ്പോഴത്തേക്കും ചാനലുകാരും മീഡിയക്കാരൊക്കെ അത് നന്നായിട്ട് വീഡിയോസൊക്കെ എടുത്ത് അങ്ങ് പബ്ലിക്കാകും. അപ്പോൾ പിന്നെ ഇതിൽ കാണുന്നവർ അഭിപ്രായം പറയും. ചിലർക്ക് ഇത് ഇഷ്ടപ്പെടാം, കുഴപ്പമില്ല, എന്താ വസ്ത്രത്തിന് കുഴപ്പമെന്ന് ചോദിക്കും. പക്ഷേ മറ്റു ചിലർ പറയും അയ്യേ ഇത് ഭയങ്കര ബോറാണ്, കറക്റ്റാണ്, ഇത് കുറച്ച് ബോറല്ലേ. ഇപ്പോൾ ഇതിൽ ഈ ഒരു വിഷയത്തിൽ ഈ പറയുന്ന മാളവിക, അതായത് ചക്കി തന്നെ ഒരു വിശദീകരണമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒരുപാട് കമൻറ്റുകൾ ഇവർക്ക് നെഗറ്റീവായിട്ട് വന്നു ഇവരുടെ ആ ഒരു വസ്ത്രധാരണത്തിൽ. അതിൽ ഈ പറയുന്ന ചക്കി പറഞ്ഞ ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്, നിങ്ങളൊക്കെ എൻ്റെ ഒരു ഡ്രസ്സിങ്ങിനെ മോശമായിട്ട് നിങ്ങൾ കാണുമ്പോഴത്തേക്കും നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾക്ക് അമ്മയുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയ്ക്ക് ഈ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടോ എന്നൊന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ ആ ഒരു മോശമായിട്ടുള്ള ഒരു വസ്ത്രധാരണം, ആ ചിന്ത മാറുമെന്നാണ് ഇവിടെ ചക്കി പറയുന്നത്. അപ്പോൾ ശരിയാണ്, എല്ലാവർക്കും കാണുന്നവർക്ക് അമ്മയും അച്ഛനും ഒക്കെ ഉള്ളവരായിരിക്കാം. പക്ഷെ ഇതുപോലുള്ള വസ്ത്രം ധരിച്ച് പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോൾ അത് കാണുന്ന ആൾക്കാർ, അത് രണ്ട് തരം ആൾക്കാരുണ്ടാവും. ഇത് ഇഷ്ടപ്പെടുന്ന അല്ലെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും, ഇത് കണ്ട് ഇഷ്ടപ്പെടാത്ത നെഗറ്റീവ് പറയുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലെങ്കിലും നല്ല ബോറ് തന്നെയാണ്. കാരണം കാണേണ്ട ഭാഗം നന്നായിട്ട് എടുത്തെറിയുന്നുണ്ട്. അതൊക്കെ കുറച്ച് ബോറല്ലേ, അല്ലെ കുറച്ച് ഓവറല്ലേ. അപ്പോൾ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്ത് രീതിയിലും ഏത് ഡ്രസ്സ് ഇട്ട് പബ്ലിക്കിലേക്ക് ഇറങ്ങാൻ ഇവർക്ക് പ്രശ്നമില്ല. പബ്ലിക്ക് കാണുന്ന അവരുടെ കണ്ണിനാണ് പ്രശ്നമെന്നാണ് ഇപ്പോൾ ഈ പറയുന്ന ചക്കിയാണെങ്കിൽ പോലും പറയുന്നത്. എന്തായാലും എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ചക്കി എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയുടെ ഈ ഒരു വസ്ത്രധാരണം മോശമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? എല്ലാവരും അവരവരുടെ അഭിപ്രായം അങ്ങോട്ട് കമൻറ്റ് ചെയ്യും. നമുക്ക് നോക്കാം ഇങ്ങനെയുള്ള വസ്ത്രധാരണങ്ങൾ നമ്മുടെ സമൂഹത്തിന് നല്ലതാണോ അതോ ദോഷമാണോ എന്നുള്ളതൊക്കെ നമുക്ക് കമൻറ്റിലൂടെ നോക്കാം.